ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു യാത്രയുടെ ഒരു വിവരണമാണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോണത്. അത് ഏറ്റവും സുന്ദരമായൊരു യാത്ര, മാംഗോസ്റ്റിൻ ചുവട്ടിലേക്കുള്ള യാത്ര. സത്യത്തിൽ ഞങ്ങൾ തനിമ കലാസാഹിത്യവേദിയിൽ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. തനിമ കലാസാഹിത്യവേദി കൊടുങ്ങല്ലൂർ ചാപ്റ്ററിന് സ്റ്റേറ്റ് തലത്തിൽ പുരസ്കാരം ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോടേക്ക് യാത്ര തിരിച്ചത്. ആ സന്തോഷത്തിൽ രണ്ട് സന്തോഷങ്ങൾ ചേർന്നിരുന്നു കേട്ടോ. ഒന്ന്, ഞങ്ങൾക്ക് പുരസ്കാരം കിട്ടുക എന്നുള്ളൊരു സന്തോഷം. രണ്ട്, ഞങ്ങൾ ബേപ്പൂർ സുൽത്താൻ്റെ വീട്ടിലേക്ക് പോവുക എന്നൊരു സന്തോഷം. അപ്പോൾ രണ്ട് സന്തോഷങ്ങളും ഞങ്ങളുടെ മനസ്സ് നിറയുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം എത്തിച്ചേർന്ന് അവിടെ നമ്മൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഞങ്ങളെല്ലാവരും സ്റ്റേജിൽ കയറി പുരസ്കാരം ഏറ്റുവാങ്ങി. അത് മനസ്സ് നിറക്കുന്നൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. തനിമയുടെ കുറച്ച് ആളുകളുടെ വളരെ കാലത്തെ പ്രയത്നമായിരുന്നു ആ പുരസ്കാരം. അതിൽ ഞാനും പങ്കുകൊണ്ടു എന്നുള്ളത് വളരെയേറെ സന്തോഷം. പിന്നെ ഞങ്ങൾ വൈലാലിലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിലേക്കുള്ള ആ ഒരു പാതയിലൂടെയായിട്ട് പിന്നെ യാത്ര. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ. ഏറ്റവും ഞങ്ങളായൊരു വഴിയിലൂടെ നടന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു മനസ്സിന് വളരെ ഇങ്ങനെ കുളിര് കോരുന്ന ഒരു അനുഭവമായിരുന്നു. സാഹിത്യം ഇഷ്ടപ്പെടുന്ന, എഴുത്തുകളെയും പുസ്തകങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞാൽ മനസ്സിലാവും. മറ്റുള്ളവർക്കൊക്കെ തോന്നുന്നു അതിലിപ്പോൾ എന്താണ് ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നതിന്. പക്ഷെ അങ്ങനെയല്ല. അത്രയും സന്തോഷം തോന്നിയ ഒരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാതയിലൂടെയുള്ള സന്തോഷമാണ് കേട്ടോ. അല്ലാതെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ തേടിയെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് പലതിലും പല സന്ദർഭങ്ങളിലും. പക്ഷേ ഒരുപാട് എഴുതുന്ന, ഒരുപാട് വായിക്കുന്ന, കൂടുതലും ബഷീറിൻ്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പഠനകാലത്തേ വായിച്ചിട്ടുള്ളതാണ്. പാത്തുമ്മയുടെ ആടിൽ തുടങ്ങിയതാണ് ഞാൻ ഈ വായന. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളിലൂടെ പോകുന്ന ഒരാൾക്ക് ഇത് സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമ്മൾ മാംഗോസ്റ്റിൻ ചുവട്ടിലേക്കൊരു മഴയാത്ര എന്ന് പറഞ്ഞ് ബാനറൊക്കെ പിടിച്ച് ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിന്നിട്ടോ. അദ്ദേഹത്തിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അദ്ദേഹത്തിന് എങ്ങനെ എഴുതാൻ തോന്നിയില്ലെങ്കിലോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കാരണം അത്തരം ശാന്തമായൊരു അന്തരീക്ഷം. ഞാൻ അവിടേക്ക് ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ പല രചനകളിലേക്കും ഒക്കെ എൻ്റെ മനസ്സിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും നമുക്ക് കാണേണ്ടത് അടച്ചിട്ടു അവിടെയുള്ള ഒരാൾ. നമുക്ക് ഈ റൂമാണ് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി തുറന്നു തന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ റൂമിൻ, ഈ മുറിക്കുള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവനകൾ, സങ്കല്പങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള അഭിനയാൽ മനോഹരമാക്കി നമ്മളുടെ അരികിലേക്ക് അദ്ദേഹം എത്തിച്ചു തന്നിട്ടുണ്ട്. പലതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ബന്ധപ്പെട്ട് കിടന്നിരുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനേലും അന്ന് അനുഭവിച്ച സന്തോഷം എനിക്കിങ്ങനെ പറയാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം ഇരുന്ന് പാട്ട് കേട്ടിരുന്ന ഗ്രാമഫോൺ അല്ലേ, നല്ല പാട്ടുകൾ അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. ഹോജ, രാജകുമാരിയൊക്കെ ഇതിൽ നിന്നായിരിക്കും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാരുകസേരയുടെ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണടയും അദ്ദേഹം ബാക്കി വെച്ച് പോയ കുറേ എഴുത്തുകുത്തുകളും, അതുപോലെ അദ്ദേഹം ചൂടുവെള്ളം കുടിച്ചിരുന്ന ഫ്ലാസ്കും, പിന്നെ സിഗരറ്റ്, അദ്ദേഹം ബീഡിയായിരുന്നു വലിച്ചിരുന്ന ബീഡിക്കുറ്റി കുത്തുന്ന ഒരു ആഷ്ട്രേ പോലത്തെ സംഭവമൊക്കെ ആയ ഗ്രാമഫോണിൻ്റെ അടിയിലിരിപ്പുണ്ട്. അതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റിയപ്പോൾ അദ്ദേഹം നമ്മളുടെ ഉള്ളിലൊക്കെ ഈ മുറിക്കുള്ളിൽ അദ്ദേഹത്തിനെ കാണാൻ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ രേഖാചിത്രങ്ങൾ, നമുക്ക് ബേപ്പൂർ സുൽത്താൻ്റെ പല മുഖങ്ങൾ അവിടെ കാണാം. പെയിൻറ്റിങ് ആയിട്ടും രേഖാചിത്രങ്ങളായിട്ടും ഫോട്ടോസുകളായിട്ടും എല്ലാം നമുക്കവിടെ കാണാം. പലരും സ്നേഹത്തോടെ സമ്മാനിച്ചതാവാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ.
അദ്ദേഹം മാംഗോസ്റ്റിൻ ചോട്ടിലിരുന്ന് പാട്ട് കേൾക്കാറുള്ളത് ജീവനിട്ടുള്ളതായി ആ ഫോട്ടോ തോന്നി. അതുപോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ണടയൊക്കെ എടുത്തൊന്ന് നോക്കുന്നതാണ് കേട്ടോ. അത് ഇങ്ങനെ അതിൽ തലോടിയപ്പോൾ എനിക്കൊരു വല്ലാത്ത നമ്മൾ വായിച്ച ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി. പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ കാർട്ടൂണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പാത്തുമ്മയുടെ ആടിലെ ചിത്രങ്ങളാണ് പലതും. പാത്തുമ്മയുടെ ആടിൻ്റെ പല കഥകളും നമുക്കിങ്ങനെ ഓർമ്മ വന്നു. ആനുമയെയും പാത്തുമ്മയുടെ ആടിനെയും ആട് ഭക്ഷിച്ച ശബ്ദം എന്ന ബുക്കിനെയൊക്കെ എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. പിന്നെ ഇത് ബഷീറിൻ്റെ ഒരു കൈയെഴുത്ത് പ്രതിയാണ്. ബ്രെയിൻ ലിപിയുടെ ഒരു കൈയെഴുത്ത് പ്രതിയാണ്. ഇത് നമ്മളവിടെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു. ആ ഡയറിയിൽ അവിടെ വന്നു പോകുന്നവർ അവിടുത്തെ അനുഭവം, അവിടെ വന്നതിന് ശേഷം നമുക്ക് തോന്നിയ അനുഭവം അവിടെ കുറിക്കാനായിരുന്നു ആ ഡയറി. ഞങ്ങൾ തനിമയുടെ പേരിൽ 2 വാക്ക് അവിടെ കുറിച്ചിട്ടിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ എത്ര കണ്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. കാരണം വായിച്ചു മാത്രം അറിവുള്ള ബഷീറിനെ ആ മുറിക്കുള്ളിൽ നമ്മൾ പലതരത്തിൽ കണ്ടപ്പോൾ വല്ലാത്തൊരു അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നതാണ്. അദ്ദേഹം ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാബിയെയും നമ്മളിങ്ങനെ ആ ഒരു ഫോട്ടോയിൽ കണ്ടു. അതും ആരോ സമ്മാനിച്ചതാണ്. അപ്പം ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഹാർമോണിയം വെച്ച് പാട്ടൊക്കെ വെക്കാനുള്ള പാട്ട് പാടാനൊക്കെ ഉള്ളൊരു പരിപാടിയിലാണ് അവർ. അപ്പം ഞാൻ മാംഗോസ്റ്റിൻ ചൂട്ടിലേക്ക് നടന്ന് നീങ്ങി. മാംഗോസ്റ്റിൻ ചൂട് നമുക്കറിയാം. മാംഗോസ്റ്റിൻ്റെ ചൂട്ടിലിരുന്നാണ് ബേപ്പൂർ സുൽത്താൻ ഒരുപാട് കഥകൾ എഴുതിയത്. ഇവിടെ ഇരുന്ന് ഗ്രാമഫോണിൽ പാട്ട് കേട്ടിരുന്നു. അപ്പം നമുക്ക് വളരെ പരിചിതമാണ് ഈ മാംഗോസ്റ്റിൻ ചൂട് അല്ലേ. അപ്പോൾ അവിടെ ഇത്തിരി നേരം ഇരുന്ന് പിന്നെ അവിടെയൊക്കെ നടന്നു. ആ മാംഗോസ്റ്റിൻ ചൂട്ടിൽ നിന്ന് ഒരു മാംഗോസ്റ്റിൻ എനിക്ക് കിട്ടിയിട്ടോ. സീസണൊക്കെ കഴിഞ്ഞുകൊണ്ട് മാംഗോസ്റ്റിനൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരെണ്ണം കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എല്ലാവരെയും അത് കാണിച്ചു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നറുമണം അവിടെ എനിക്കിങ്ങനെ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നി. ഒരു സാഹിത്യകാരൻ്റെ വീട്ടിലെ എല്ലാ ഒരു ഫീലിങ്സും അവിടെ എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ. സാഹിത്യം തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷം. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഇരുന്ന് ചിന്തിച്ചത്, നമ്മുടെ പാത്തുമ്മയുടെ ആട് ജനിക്കുന്നത് തലയോലപ്പറമ്പ് വൈക്കത്ത് ആണ്. അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഇനി പാട്ടൊക്കെ ഒന്ന് കേൾക്കാം. ഞാൻ വെറുമൊരു പാമരനാം പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ മാലിനിയുടെ കൽപ്പടവിൽ മായാത്ത മധുരഗാന മാലിനിയുടെ നമ്മൾ സുൽത്താൻ്റെ വീട്ടിൻ്റെ മുമ്പിലിരുന്ന് ഹാർമോണിയവും അതുപോലെ മൈക്കിലൊക്കെ പാട്ടുപാടി അങ്ങനെ ഒരു സംഗീത വിരുന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് അവർക്ക് ഇനിയൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് നമ്മൾ ഹാർമോണിയം മാത്രം വെച്ച് മൈക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ പാടി ലയിച്ചിരുന്നു പോയിട്ട് പാട്ടിലൊക്കെ നമ്മളിങ്ങനെ അറിയാതെ നമ്മളതിൽ ലയിക്കുകയായിരുന്നു. ആ ഒരു പഴയ കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ പല പല കഥാപാത്രങ്ങളിലേക്കും നമ്മളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയെങ്കിലും ഇനിയും തിരിച്ചു വരാൻ കുറേ ബാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. ഒരു യാത്ര പറച്ചിൽ പോലും ഇല്ലാതെ ഇനിയും ഞങ്ങൾ വരും എന്നുള്ള
കുറേയൊക്കെ ബാക്കി അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നു. ഈ ബഷീർ ദിനത്തിൽ ഞാൻ നിങ്ങളുമായത് പങ്കുവെക്കുകയാണ്. എൻ്റെ യാത്രയുടെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.